മാറുവേ നല്ല കുട്ടിയല്ലേ, ഗുഡ് ഗേൾ അല്ലേ. പ്ലീസ് ആ ഓണം വന്നുള്ള പാട്ട് പഠിക്കാം. ചോക്ലേറ്റ് തരാം, ചോക്ലേറ്റ്. നമ്മ വരാം, ക്ലാസ്സിലിരിക്കവാ. ഉമ്മ റൂഹിയും കൂടി ഇരിക്കണം ക്ലാസ്സിൽ. നല്ല കുട്ടിയല്ലേ, പ്ലീസ്. ഇതാണ് ഡെയിലി ഇവിടെ രാവിലത്തെ ഏറ്റവും വലിയ ടാസ്ക്. അങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നും സ്കൂൾക്ക് പോകുന്നില്ല പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇവിടെ ഇരിക്കും. ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. മോളെ നല്ല കുട്ടിയല്ലോ. പേടിയാവുണ്ടോ? അപ്പൊ റൂഹിയോ? കേറ് മോളെ. എത്ര ടൈമാണ് റൂഹിനെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടിട്ട് കളയണത്? പിന്നെ എവിടക്ക പോയി പോണത്? കേറ്. ഇസന്റെ ക്ലാസ്സിൽ റൂഹിക്ക് എന്താ പണി? ഓക്കെ. പിന്നെ റൂഹി മോളെ പാട്ടൊന്ന് പാടുവോ? ഓണം വന്നല്ലോ പാട്ട് ഒന്ന് പ്ലീസ്. പുറത്തുനിന്നോളൂ കേട്ടോ കുട്ടി, പുറത്തുനിന്നോളൂ. സ്കൂളിലേക്ക് പോകുമ്പം സ്ഥിരം പറയുന്നൊരു ഡയലോഗാണ്. ഞാനും റൂഹിയും കൂടി കൊണ്ടാക്കാൻ പോകുമ്പോൾ അവൾ പുറത്ത് നിൽക്കുക, എന്നോട് അകത്ത് ക്ലാസ്സിലിരിക്കാനാണ് പറയുക. അങ്ങനെ സ്കൂളിലേക്ക് ആക്കി അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൾ ഓക്കെ കേട്ടാ. എന്താണെന്നറിയില്ല, ക്ലാസ്സിൻ്റെ പുറത്തെത്തി കഴിഞ്ഞാൽ പിന്നെ അവൾ എന്നൊന്നും നോക്കില്ല, ബാഗൊക്കെ വാങ്ങിച്ച് വേഗം അകത്ത് കയറും. അവിടെ എത്തുന്ന വരേ ഉള്ളൂ ആ ഒരു സംസാരവും സ്കൂളിൽ പോകാനുള്ള മടിയൊക്കെ കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോകുന്നത് ടൊയോട്ടൻ്റെ ഷോറൂമിലോട്ടാണ്, തിരൂരിലെ. അവിടെ നമ്മൾ കാറ് വാങ്ങിക്കാൻ നോക്കുന്നുണ്ട് പുതിയത്. ഒന്നും റെഡി ആയിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇൻഷാ അല്ലാ പുതിയ വീട് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്തേക്ക് പുതിയ കാറ് വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇത് വേറൊരു ദിവസം എടുത്തിട്ടുള്ളതാണ്, അതായത് നെക്സ്റ്റ് ഡേ ഓണം സെലിബ്രേഷൻസൊക്കെ അതിൻ്റെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ എല്ലാ സ്കൂളിലും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് റീനിന് മാത്രം, മക്കൾക്ക് മറ്റു മക്കൾക്കൊന്നുമില്ല, റീനിന് മാത്രം സെറ്റ് സാരി എടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് സെറ്റ് സാരിയൊക്കെ ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് സാരി എടുക്കാൻ എനിക്ക് തന്നെ അറിയില്ല, പിന്നെ ഒരാളെ ഉടുപ്പിക്കാനും അറിയില്ല. നമ്മളതൊന്നും എടുക്കാത്ത ആൾക്കാരല്ലേ. അപ്പം ഞാൻ സാരിക്ക് പകരം ധാവണി പോലെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നന്നാവും എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷേ അവിടെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു സംഭവത്തിന് 1700 800 ആ ഒരു റേറ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇനി ബ്ലൗസ് അടിക്കും വേണം. അപ്പോൾ എന്തായാലും അത്ര റേറ്റിനൊക്കെ നമ്മൾ ഒരു ദിവസത്തേക്ക് വാങ്ങിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് റേറ്റ് കുറഞ്ഞതാട്ടോ എടുത്തുള്ളത്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു കണ്ടത് ബ്ലൗസ് പീസ് വരുന്നത് റെഡിലാണ്. പിന്നെ അതിനിപ്പം തയ്ച്ചിട്ടൊക്കെ വേണം. ഇനിയിപ്പം ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഈ ഒരു ഫംഗ്ഷന്. ഈ ഒരു ഗ്രീന് കുറച്ച് അഫോർഡബിൾ ആയിട്ട് തോന്നി, 1080 അങ്ങനെ എന്താ ഉള്ളൂ. അപ്പോൾ ഇതാണ് എടുത്തിട്ടുള്ളത്. ബ്ലൗസ് പിന്നെ ബ്ലാക്ക് ഇടാമെന്ന് പറഞ്ഞു. ബ്ലൗസ് അടിക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ ഇതാണ് എടുത്തത് കേട്ടോ. മുമ്പൊക്കെ റൂഹിമോൾ ഏത് നേരം വേറെന്തൊക്കെയോ ഇരുന്ന് കാണലാണ്. പക്ഷേ ഇപ്പോൾ ഇതാ ജനഗണമനയാണ് ഏത് നേരവും ടി വിയിൽ വെച്ചിട്ട് അവൾ പഠിക്കാൻ നോക്കുക കേട്ടോ. ഇപ്പം കുറച്ചുകൂടെ മാറ്റമുണ്ട് ജനഗണമന പറയുന്നതിൽ. എന്തായാലും നല്ല രസമാണ് അത് ഇങ്ങനെ പറഞ്ഞ് കേൾക്കാൻ വേണ്ടിയിട്ട് അവൾ.
പിന്നെ ലാസ്റ്റത്തെ വ്ളോഗിൽ ഞാൻ ഐഷസ് മോഡ്സിൻ്റെ ഡ്രസ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. മാഷാ അല്ലാ അൽഹംദുലില്ലാ, ഞാൻ തന്നെ ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. ആ വീഡിയോയിൽ കാണിച്ച എല്ലാതും സ്റ്റോക്ക് ഔട്ടായി. അതിൽ ചില പീസിൽ മൊത്തത്തിൽ 3-4 മാത്രമാണ് ഇനി പോകാനുള്ളത്. അതും ഇപ്പോൾ ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ വീഡിയോ ഇട്ട പാട് തന്നെ എല്ലാതും സ്റ്റോക്ക് ഔട്ടായത് വലിയൊരു സന്തോഷമാണ്. എനിക്ക് എന്തെങ്കിലും പറയണമെന്ന് അറിയില്ല. കാരണം നമ്മൾ ഐഷസ് മോഡ്സ് UAE ചെയ്ത സമയത്ത് നാട്ടിലായിരുന്നു കുറേ ആൾക്കാർ ഇങ്ങനെ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നാട്ടിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഇത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അന്ന് എനിക്ക് പാർട്ട്ണർ ചെയ്യുന്നതൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കൊരു ത്രില്ലുണ്ട്. മീൻസ് നമ്മൾ തന്നെ നമ്മളെ വ്യൂവേഴ്സിന്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സാധനം പാക്ക് ചെയ്ത് അയക്കാൻ ഒരു രസമുണ്ട്. പിന്നെ ഞാൻ തിരൂർ DTTCയിലാണ്, റിംഗ് റോഡിലുള്ള DTTCയിലാണ് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവരുടെയും പാക്കേജ് അയച്ചിട്ടുണ്ട്. ഓണായതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം 2 ദിവസമൊക്കെ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പം നേരത്തെ കിട്ടും. എന്തായാലും അയച്ചിട്ടുണ്ട് കേട്ടോ ഓർഡർ ചെയ്ത എല്ലാവർക്കും. ഇനി കുറച്ചുകൂടെ അയക്കാനുണ്ട്. അത് പിന്നീട് ഇത് അയച്ചതിന് ശേഷം ഓർഡർ വന്നവർക്ക് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ പാനിപൂരിൻ്റെ ഒരു പാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾ എപ്പോഴും പറയും എന്നോട് പാനിപൂരി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓണം വന്നല്ലോ പഠിക്കും. വെരി ഉണ്ടാ നല്ല രസമുണ്ട് കേട്ടോ. മാമി കുട്ടി വെക്കട്ടെ. ഞാൻ ഈ എപ്പോഴെങ്കിലും വരുന്നതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ ഭയങ്കര ഒരു സംഭവമാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. അപ്പോൾ വന്നവിടെ അനിയത്തി ഹൈദരാബാദി ബിരിയാണിയും മൈനസ് വീട്ടിലുണ്ടാക്കിയതാണ്. അത് ഞാൻ റെസിപ്പി ഇടുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി മുട്ടൊന്നും ചേർക്കാത്ത മൈനസായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ അനിയത്തിൻ്റെ മക്കളേ ഉള്ളൂ കേട്ടോ. നാത്തൂന് സ്കൂൾ വെക്കേഷനായപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പാനിപൂരിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അതൊക്കെ കഴിച്ച്. പിന്നെ ഇതാ നമ്മളെ റീനു ഇന്നാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇന്ന് മോർണിംഗ് എടുത്തുള്ള വീഡിയോ ആണിത്. അപ്പം അവളുടെ ധാവണിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഫുൾ സ്ലീവ് മക്കനൊക്കെ അവൾക്ക് നിർബന്ധമാണ്. അപ്പം അതിലോട്ടൊന്നും ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും മാച്ചിങ് അല്ല. പക്ഷെ എന്നാലും എനിക്കാണെങ്കിൽ സാരി ഈ ഒരു ഷോൾ മാത്രമേ നെറിവ് എടുക്കാനുള്ളൂ. പക്ഷെ അതുപോലെ എനിക്ക് മര്യാദക്ക് എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഞാനിതൊന്നും ഉടുത്ത ശീലമില്ലല്ലോ. അപ്പോൾ എങ്ങനെയൊക്കെയോ ആക്കി കൊടുത്തു. അതും അരമണിക്കൂറൊക്കെ വെച്ചിട്ടാണ് ഞാനത് നെറിവൊക്കെ എടുത്ത് കേട്ടോ. അയൺ ചെയ്യലും എല്ലാം കൂടി ആയിട്ട് എന്തായാലും ഇങ്ങനെ ആയതുകൊണ്ട് നന്നായി. മറ്റേത് സാരിയൊക്കെ ഉടുപ്പിക്കാനാണെങ്കിൽ ഞാനിപ്പം നിന്ന് തിരിയുമായിരുന്നു. ബാക്കി ഇനി അവൾ സ്കൂളിൽ നിന്ന് റെഡിയാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്താ പോവാണ് സ്കൂളിലോട്ട്. അപ്പോൾ ഇന്നത്തെ മോഡസ്റ്റ് വെയർ ഇതാ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ ഇട്ടിട്ടുള്ള മോഡസ്റ്റ് വെയറിൽ ഇനിയൊരു 2-3 മാത്രമേ സെയിൽ ചെയ്യാനുള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞു കേട്ടോ അൽഹംദുലില്ലാ. അപ്പോൾ ഇനിയിപ്പോൾ അതിൽ കുറേ ആൾക്കാർ ഇപ്പോഴും മെസ്സേജ് ആക്കുന്നുണ്ട്. അപ്പോൾ അത് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ ഈ ഒരു വീഡിയോ ഇടുന്നത്. കാരണം അതിൽ പലർക്കും വീഡിയോ ലേറ്റായി കാണാൻ, അപ്പോഴേക്കും അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫുൾ സ്ലീവിൽ വരുന്ന ഒരു മോഡസ്റ്റ് വെയർ ആണ്. ഇതിൻ്റെ അകത്തൊരു ഗ്രീൻ ഇന്നർ വരുന്നുണ്ട്, ഹാഫ് സ്ലീവിൻ്റെ കേട്ടോ. അതിൻ്റെ മുകളിൽ കോട്ട് പോലെയാണ് ഇത് വരുന്നത്. താഴെയൊക്കെ ഇങ്ങനത്തെ ഈ ഒരു ഡബിൾ കളറാണ് വരുന്നത്. കളർ നല്ലൊരു അടിപൊളി കളറാണ്. ഒരു ഗ്രീനും ഒരു പേർപ്പിളും കൂടിയിട്ടുള്ള കളറാണ്. ഹിജാബ് ഇല്ല കേട്ടോ ഇതിൻ്റെ കൂടെ ഒന്നും. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഞാനിതൊന്ന് അഴിച്ചിട്ട് കാണിച്ചിട്ടാ. ഇങ്ങനൊരു ഇന്നർ വരുന്നുണ്ട്, മുകളിൽ കോട്ട് പോലെ ഫുൾ സ്ലീവാണ് വരുന്നത് കേട്ടോ. കോട്ട്, ഓവർ കോട്ട്. ഓക്കെ, ബാക്കിലും വർക്ക് ഉണ്ട്. ഇതിൻ്റെ വേറൊരു കളറും കൂടി ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം. അടുത്തത് അതിൻ്റെ സെയിം പാറ്റേണിൽ വരുന്ന വേറൊരു കളറ്. ഇത് ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത്, ഒരു ക്രീമും ബ്രൗണും കൂടി ഉള്ളതാണ്. അപ്പോൾ ഇന്നർ ഇതാ ഈ ഒരു കളറാണ് വരുന്നത്, ഒരു ബീച്ച് കളറാട്ടോ. അതിന് മേലെ ഓവർ കോട്ടായിട്ട് ഇതുപോലെ ഫുൾ സ്ലീവ് വരുന്നുണ്ട്. സ്ലീവ് ഇതാ ഇങ്ങനെ പല കളേഴ്സും വരുന്നുണ്ട്. കളേഴ്സ് കാണിച്ചു തരാം. സ്ലീവ് ഇവിടെ താഴെ ലൂസാണ് കേട്ടോ. പിന്നെ ബാക്കിലും വർക്ക് വരുന്നുണ്ട്, നേരത്തെ കാണിച്ച പോലെ തന്നെ ബാക്കിലും വർക്ക് വരുന്നുണ്ട്.
ഫ്രണ്ടിലിതാ ഇങ്ങനെ വരുന്നു. ഇത് നല്ല ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന നല്ലൊരു അടിപൊളിയാണ്. കാരണം മൊത്തത്തിൽ ലൈറ്റ് ഒന്നും പറയാനും പറ്റില്ല, എന്നാലും നല്ലൊരു ഗ്രാൻഡ് ലുക്ക് വരുന്ന അതൊരു ടൈപ്പാണ്. കോട്ട് പോലത്തത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റത്തെ വീഡിയോയിൽ. അപ്പം ഇതാ കോട്ട് പോലത്തെ ഇതാ മോഡസ്റ്റ് വെയർ. പിന്നെ ഇതിൻ്റെ കൂടെ ഹിജാബില്ല. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 58 വരെ ഉള്ളൂ കേട്ടോ. ഇതിങ്ങനെ എന്താ പറയുക, കസ്റ്റമൈസേഷൻ ഒന്നുമില്ല. ഇങ്ങനെ ഫ്രീ സൈസിൽ വരുന്ന 58 സൈസിൽ വരുന്നിട്ടുള്ള മോഡസ്റ്റ് വെയർ ആണ്. ആവശ്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 1900 റുപ്പീസാണ് കേട്ടോ. നേരത്തെ പോലെ തന്നെ എല്ലാതും ആ റേറ്റിലാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക, കാരണം പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും. ലാസ്റ്റത്തെ വീഡിയോയിലുള്ളതൊക്കെ പോയി. അപ്പോൾ കുറേ ആൾക്കാർക്ക് പരിഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ സ്റ്റോക്ക് ഔട്ട് ആയത് ഞാൻ വീണ്ടും റീസ്റ്റോക്ക് ഒന്നും ചെയ്യുന്നില്ല, കാരണം ഞാനിപ്പോൾ നാട്ടിലല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉള്ള പീസുകൾ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിലൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്തത് സെയിം പാറ്റേൺ തന്നെ വേറെ കളർ കേട്ടോ. ഇതൊരു പേർപ്പിൾ കളറാണ്. അകത്ത് ഇങ്ങനെ ഹാഫ് സ്ലീവിൻ്റെ ഇന്നർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 58 സൈസാണ് വരുന്നത്. അതിൽ കൂടുതൽ സൈസ് ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ കോട്ട് ഇതാ ഒരു ഫുൾ പേർപ്പിളിൽ വരുന്ന കോട്ടാണ്. ഇതിൻ്റെ കൂടെ ഹിജാബ് ഇല്ല. മുമ്പ് ഞാൻ ഹിജാബൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു മോഡസ്റ്റ് വെയർ മാത്രമേ ഉള്ളൂ. അപ്പം ഇന്നറും മേലെ ഓവർകോട്ട് പോലെ കേട്ടോ. ഇതും നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഒരു പേർപ്പിളിൽ വരുന്ന നല്ല കളറാണ്. ഫുൾ സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് ലൂസാണ്. ഓക്കെ, അടുത്തത് സെയിം ബ്ലാക്ക് ഇന്നറാണ് വരുന്നത്. ഹാഫ് സ്ലീവിൻ്റെ ഇന്നർ. ഇതും 58 സൈസാണ് വരുന്നത്. 1900 റുപ്പീസാണ്. ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. എല്ലാത്തിലും ഈ എല്ലാ കളേഴ്സിലും ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഓർഡർ ചെയ്യണം എന്നുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. ഇതും കോട്ട് പോലെ നല്ല ഉള്ളിൽ ബ്ലാക്കും മേലെ ഒരു ഗ്രേ ഷെയ്ഡ്, നല്ല അടിപൊളി കളറാണ്. താഴെയും വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത് ഞാനിപ്പോൾ ഇതാ ഇട്ടുള്ള ഈ ഒരു മോഡലുണ്ടല്ലോ, ഈ കളർ ഇല്ല കേട്ടോ. ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഓൾറെഡി ഞാനിത് സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പാറ്റേണിൽ വരുന്നിട്ടില്ല. ഞാനിപ്പം ഈ ഒരു ഡ്രസ്സിൻ്റെ വേറെ കളറാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ വരുന്നിട്ടില്ല, വേറൊരു പാറ്റേൺ ആട്ടോ. സെയിം വർക്കൊന്നുമല്ല, എന്നാലും ആ ഒരു പാറ്റേണിലുള്ള വർക്കാണ്. ഇവിടെ ഫുൾ ബട്ടൺസാണ്. നെക്ക് കോളറാണ്. താഴെ വരെ ബട്ടൺസാണ്. ഇതൊരു 58-60 വരെയുള്ള ആൾക്കാർക്ക് പറ്റുന്ന ടൈപ്പിലുള്ളതാണ്. അതുപോലെ ലൂസ് ഫ്രീ സൈസാണ്. ഒരു ടൈ ചെയ്യാനുള്ളൊരു ഒരു ബെൽറ്റ് പോലെ ചെറിയൊരു ടൈയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഫുൾ സ്ലീവ് വിത്ത് ഇവിടെയും ബട്ടൺസ് ഉണ്ട് അറ്റത്ത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1900 റുപ്പീസാണ്. ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. എല്ലാത്തിനും ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ആവശ്യമുള്ളവർ. ഇനി കണ്ടില്ല കിട്ടിയില്ല എന്ന് പറയുന്നത് സങ്കടം പറയുമ്പോൾ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഞാനിനി റീസ്റ്റോക്ക് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം കോൺടാക്ട് ചെയ്യുക. നാട്ടിലാണ് കേട്ടോ ഡെലിവറി ഉള്ളത്. വിത്ത് ഡെലിവറി ആണ് 1900 റുപ്പീസിൽ വരുന്നത്. ഓക്കെ, അടുത്ത കളർ കാണിച്ചു തരാം. ഇത് അതിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡിൽ, ഡാർക്ക് ബ്രൗൺ, നല്ല ഭംഗിയുള്ളൊരു കളറാട്ടോ. ഞാൻ ഇപ്പോൾ ഇട്ടുള്ളത് ഒരു സ്കൈ ബ്ലൂ ആണെങ്കിൽ ഇത് നല്ല രസമുള്ളൊരു കളറാണ്. അതിൽ സെയിം പാറ്റേൺ കേട്ടോ. ഏകദേശം ഈ പാറ്റേൺ തന്നെയാണ്. ഈ ഒരു യെല്ലോ ഫ്ലവറൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഒരു പാറ്റേൺ തന്നെയാണ്. അതിൽ കളർ ഡിഫറെൻ്റ് ആണെന്നുള്ളൂ. ഫുൾ ബട്ടൺസ് ആണ്. 58-60 സൈസുള്ളവർക്കൊക്കെ ഓക്കെയാണ്. ഫ്രീ സൈസാണ്. ലൂസ് അത്യാവശ്യം നല്ല ലൂസ് ഉണ്ടാവും. വേണ്ടവർക്ക് ടൈറ്റ് ചെയ്യാനുള്ള ടൈയും ഉണ്ട്. ഫുൾ സ്ലീവാണ്. ഇങ്ങനെ അറ്റത്ത് അതും ബട്ടൺസ് ഉണ്ട്. ഇതുപോലെ ബട്ടൺസ് വയ്ക്കാൻ പറ്റും. ഓക്കെ, 1900 റുപ്പീസാണ്. ഹിജാബില്ല. ഓക്കെ, വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ. ഇനി സെയിം പാറ്റേൺ അല്ല, മീൻസ് സെയിം മോഡലാണ്, പക്ഷേ പാറ്റേൺ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഫ്ലവേഴ്സ് ഒന്നുമില്ല താഴെ. സിമ്പിളായിട്ടുള്ള പാറ്റേൺ വരുന്നത്. അതിൽ ബട്ടൺസ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഫുൾ ബട്ടൺസ് ആണ്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെയും ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഒരു രീതിയിലും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ജീൻസൊക്കെ ഇട്ടിട്ട് മേലെ കോട്ട് പോലെ അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഫുൾ സ്ലീവാണ്. ബട്ടൺസ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട്. താഴെയും ബാക്കിലും താഴെയും വർക്ക് വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോഡസ്റ്റ് കളക്ഷൻസ് കണ്ടല്ലോ. അപ്പോൾ ഈ ടൈപ്പിലുള്ള കളക്ഷൻസിൽ കുറച്ച് സ്റ്റോക്കുകളേ ഉള്ളൂ. എല്ലാതും ഒരു 3-4 പീസുകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് സ്റ്റോക്കാണ്. പെട്ടെന്ന് തന്നെ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. പിന്നെ കഴിഞ്ഞ വീഡിയോ തന്നെ കുറേ ആൾക്കാർ ഇപ്പോഴും പരിഭവം പറയുന്നുണ്ട് കുറച്ച് ലേറ്റായി വീഡിയോ കാണാൻ. അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്ക് ഇനി റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ റീസ്റ്റോക്ക് എന്തായാലും പോസിബിൾ അല്ല, കാരണം ഞാൻ ഇവിടെ അല്ലേ. അപ്പോൾ ഉള്ള സ്റ്റോക്ക് എന്തായാലും ഇത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക. എല്ലാതും 1900 റുപ്പീസാണ് വിത്ത് ഡെലിവറി. ഹിജാബ് പ്രൊവൈഡ് ചെയ്യുന്നില്ല കേട്ടോ. ആ ഒരു ഡ്രസ്സ് തന്നെ, കസ്റ്റമൈസേഷനും ഇല്ല. ഇപ്പം ഞാൻ കാണിച്ചത് മൊത്തം 58-60 സൈസ് ഉള്ളവർക്കാണ്. ലൂസ് പിന്നെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ടൈ വെച്ചിട്ടും ഒരു കെട്ടുന്ന ടൈയും ഉണ്ട്. അപ്പോൾ ടൈ വെച്ചിട്ട് വേണമെങ്കിൽ ടൈറ്റ് ആക്കാം. പക്ഷെ ഞാനിങ്ങനെ യൂസ് ചെയ്യൽ ഇങ്ങനെ ബാക്കിലും വെക്കുന്നുണ്ട്, ഫ്രണ്ടിലും ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഇപ്പോൾ ഈ ഒരു ഇതിലോട്ട് നിങ്ങൾക്ക് സ്കൈ ബ്ലൂ കളറ് ഹിജാബ് ഇടാം. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ഞാനിപ്പം ഒരു ഡാർക്ക് ബ്രൗൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ കാണിച്ചത് എല്ലാതും നിങ്ങൾക്ക് ഈ ഒരു ഡാർക്ക് ബ്രൗണിൽ, ഇപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് കാണിച്ചതിലൊക്കെ നിങ്ങൾക്ക് ഈ ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്യാം ഹിജാബ്. അങ്ങനത്തെ കളക്ഷനാണ്. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നതിലേക്കും ബൈ. താങ്ക് യു.